ഓക്കെ. സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലേ? എല്ലാവർക്കും സുഖം തന്നെയാണോ? സുഖമാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എഫ് ഒന്ന് കമന്റ് ചെയ്ത് യെസ് ഐ ആം ഫൈൻ എന്നുള്ള എഫ് കമന്റ്. ഗുഡ് ഈവനിങ് മനോജ് സാർ, ഷൈനി മാം താങ്ക് യു, ഫരീദ മാം താങ്ക് യു, ഓക്കെ, സുജിത് താങ്ക് യു, ഉണ്ണികൃഷ്ണൻ സാർ, ഓക്കെ, അബ്ബാസ് ജി, ആതിര മാം, അഭിരാം, ജിഷ, പ്രമോദ്, ഓക്കെ, ഓൾ ഓഫ് യു താങ്ക് യു. ഓക്കെ, നിങ്ങൾ ഗ്രൂപ്പ് ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളേക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ഒരു പ്രോഗ്രാം ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അറിയുന്ന ആളുകളിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക, ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സെക്കൻഡ് തിങ്സ്, നിങ്ങളിൽ പറ്റുന്നത്രയും ആളുകൾ നിങ്ങളുടെ വീഡിയോസ് ഓൺ ചെയ്തിരിക്കുക. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നീ കാണാൻ സാധിക്കുന്നുണ്ടാവും, തീരുമാനം എടുക്കേണ്ട ശാസ്ത്രീയമായ രീതി. അറിയാതെ ഗോൾ സെറ്റ് ചെയ്യരുത്. അതായത് തീരുമാനം എടുക്കേണ്ടത് എങ്ങനെയാണ്, അതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവില്ല. പക്ഷെ ഇതിൽ പഠിക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു വലിയ ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് എനിക്ക് ഷുവറായിട്ട് പറയാൻ സാധിക്കും. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചിട്ടങ്ങ് തുടങ്ങാം. യെസ് ഓർ നോ എന്നുള്ള കമന്റ് മാത്രം ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് വൈ അല്ലെങ്കിൽ എൻ എന്ന് ടൈപ്പ് ചെയ്യും. ആർ ഡിസിഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സെയിം? ഡിസിഷൻസും ഡിസിഷൻ മേക്കിങ്ങും സെയിം ആണോ? തീരുമാനമെടുക്കുന്നതും സെയിം ആണോ? നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം, യെസ് ഓർ നോ. അതിന് തെറ്റും ശരി നോക്കണ്ട. നിങ്ങൾക്ക് യെസ് അല്ലെങ്കിൽ നോ ഇതിൽ ഏതെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം. ഫരീദ മാം നോ ആണ് പറയുന്നത്, സുജിത് മാമും മനോജ് ഒക്കെ നോ ആണ് പറയുന്നത് അല്ലേ? അബ്ബാസ് ഭായ്, ജിഷ മാം ഒക്കെ നോ ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു ചർച്ചയിലൂടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആ ചർച്ചയിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ലൈഫിൽ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന് ഈ ഒരു PPT പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലിട്ട സമയത്ത് ഫെബിൻ മാം ഒരു ഫോട്ടോയിൽ ഇട്ടിട്ടുണ്ട്. ഫെബിൻ മാം ഓൾറെഡി ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എഴുതി അവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു കോട്ട്, ഒരു സെൽഫ് മോട്ടിവേഷന് വേണ്ടിയിട്ട്. ഡിസിഷൻസ് ഡിറ്റർമിൻ ഡെസ്റ്റിനി എന്നല്ല. ഇതാണ്, തീരുമാനങ്ങളാണ് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ വിധി നിർണ്ണയിക്കാൻ മാത്രം പവർഫുൾ ആണ് എന്നുള്ളതാണ് തോമസ് എസ് മോൺസൺ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം ഒരു ക്രിസ്തീയ പുരോഹിതനാണ്. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഡിസിഷൻ ഡിറ്റർമിൻ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത് എന്നുള്ളത്? ഫരീദ മാം അഗ്രി ചെയ്യുന്നുണ്ട്, ഓക്കെ, ജിഷ മാം അഗ്രി ചെയ്യുന്നുണ്ട്, ഓക്കെ. ബാക്കിയുള്ള ആളുകൾ യെസ്, അബ്ബാസ് ഇത് വിശ്വസിക്കുന്നുണ്ട് അല്ലെ? ബഷീർ സാർ അത് വിശ്വസിക്കുന്നുണ്ട്. സോ അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ ഒന്ന് ഓടിച്ചു വരാം. ഒരു മിനിറ്റ്, സോറി ഫോർ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞു, എന്താണ് തീരുമാനവും അല്ലെങ്കിൽ ഡിസിഷൻ വേഴ്സ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആർക്കാ പറയാൻ സാധിക്കും? തീരുമാനവും തീരുമാനം എടുക്കുന്നതും രണ്ടും രണ്ടാണെന്നുള്ളത് നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഡിസിഷനും ഡിസിഷൻ മേക്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആർക്കും പറയാം, തെറ്റ് ശരി നോക്കണ്ട. എന്താണ് തീരുമാനം? ആ പറഞ്ഞോളൂ മിനിമം. ഡിസിഷൻ മേക്കിംഗ് നമ്മൾ സെൽഫായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. അതേസമയം ഡിസിഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും ഒട്ടനവധി ഡിസിഷൻസ് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം. ഇപ്പൊ നമുക്ക് നമ്മളൊരു ഗ്രൂപ്പിന്റെ ഭാഗമാണെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് വരുന്ന ഡിസിഷൻസ് നമുക്ക് പറ്റാവുന്നതാണെങ്കിൽ ഫോളോ ചെയ്യാം, പറ്റാത്തതാണെങ്കിൽ ഫോളോ ചെയ്യേണ്ട. പക്ഷെ ഇവിടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. നമുക്കൊരു സെൽഫ് റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യം കൂടിയാണ് ഡിസിഷൻ മേക്കിംഗ്. വെരി വെരി ഓക്കെ, താങ്ക് യു മിനി മാം. ഓക്കെ, ഈ ബാക്കിയുള്ള ആളുകളുടെ ഒപ്പീനിയനിലേക്ക് കൂടുതൽ പോകുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് മിനിമം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്, ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരു കൺക്ലൂഷനോ അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷനോ ആണ്. എന്താണ് ഒരു കൺസിഡറേഷന് ശേഷം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് എ തോട്ട് പ്രോസസ് വേർ ആൻ ഇൻഡിവിജ്വൽ ചൂസ് വൺ ഓപ്ഷൻ ഫ്രം
എ സെറ്റ് ഓഫ് ആൾട്ടർനേറ്റീവ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും, ഒരുപാട് ആൾട്ടർനേറ്റീവ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോട് എത്തിയ സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കണം. ഓക്കെ, അപ്പോൾ ആ ഫുഡ് കഴിക്കുമ്പോൾ ഇവിടുന്ന് കഴിക്കണം എന്നുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ എടുക്കുന്നതാണ് തീരുമാനം എന്ന് പറയുന്നത്. ഡിസിഷൻ ക്യാൻ ബി അബൌട്ട് എനി സ്പെസിഫിക് ഓഫ് ലൈഫ്. അത് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ പറ്റുന്നതിന്റെ തീരുമാനമാവാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതാവാം, അല്ലെങ്കിൽ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻസ്, ഒരു പ്രൊജക്റ്റിലെ ആക്ഷൻസ് എടുക്കുന്ന, അതെന്തോ ആ തീരുമാനം അല്ലേ. ഞാൻ എക്സാമ്പിൾ പറയാം. ഒരാളുടെ ഡിസിഷൻ ആണെന്ത്, അയാൾ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അയാളുടെ ഡിസിഷൻ എന്താണ്? ഡിസൈഡ് ടു സ്റ്റാർട്ട് എ കോഫി ഷോപ്പ്. അതാണ് ഡിസിഷൻ എന്ന് പറയുന്നത് അല്ലേ. സെറ്റ് ഓഫ് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അതിനൊന്ന് ചൂസ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? തീരുമാനം എന്ന് പറയാം. ഇനി ഡിസിഷൻ മേക്കിംഗ് എന്താണ്? അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ഓൺ ദ അതർ ഹാൻഡ് എന്താണ്? ഇറ്റ്സ് ദ എബിലിറ്റി ടു എഫക്റ്റീവ്ലി മേക്ക് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഴിവും കൂടെയാണ്. എഫക്റ്റീവ്ലി സ്കില്ലാണ്. എന്താണ് സ്കില്ലുകളുടെ പ്രത്യേകത? എന്താ സ്കില്ലിന്റെ പ്രത്യേകത? ഓക്കെ, സ്കില്ലുകളുടെ പ്രത്യേകത എന്താണ്? ആർക്കും പറയാം? സ്കില്ല്, നിങ്ങൾക്ക് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും. സ്കില്ലുകളുടെ പ്രത്യേകത എന്താ? സ്വയം ആർജിച്ചെടുക്കുന്ന കഴിവുകൾ. സ്വയം ആർജിച്ചെടുക്കുന്നതാണ് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രമാത്രം നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് ഒരു സ്കില്ലാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഇറ്റ് എൻകംബസ് ദ പ്രോസസ് ആൻഡ് ടെക്നിക്സ് യൂസ് ടു അറൈവ് ദ ബെസ്റ്റ് പോസിബിൾ ചോയ്സ് അമംഗ് ആൾട്ടർനേറ്റീവ് അല്ലേ. ആ ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാവണമെങ്കിൽ അതിൽ അനലിറ്റിക് തിങ്കിങ് വേണം, പ്രോബ്ലം സോൾവിങ് വേണം, അതേപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് വേണം, ആൻഡ് ദ എബിലിറ്റി ടു വെയ് റിസ്ക് ആൻഡ് ബെനിഫിറ്റ്. റിസ്ക്കും ബെനിഫിറ്റ്സും ഒക്കെ കമ്പയർ ചെയ്യാൻ എബിലിറ്റി വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തീരുമാനമാണ് എന്ത്, കോഫി ഷോപ്പ് തുടങ്ങാന്നുള്ളതാണെങ്കിലും ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് ആ ഒരു കോഫി ഷോപ്പ് തുടങ്ങാനുള്ളത് പ്രോസസ് ആൻഡ് ടെക്നിക്സ് യൂസ് ടു അറൈവ് അറ്റ് ആൻഡ് എക്സിക്യൂട്ട് ദ ഡിസിഷൻ ടു സ്റ്റാർട്ട് എ കോഫി ഷോപ്പ്. ആ കോഫി ഷോപ്പ് തുടങ്ങാനുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുക? ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറയും. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ബേസിക് ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഈ ഗോൾ ഓറിയന്റഡ് ഡിസിഷൻ മേക്കിംഗ് AP മോഡൽ, ഇതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങള് ഫെബിൻ മാം, ഞാൻ, അബ്ബാസ് ജി, ഷമീറ ബുഹാരി, ഞങ്ങളിടക്ക് ഒരു കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലിരിക്കും. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഒരു ഗ്രൂപ്പിലിരിക്കും. ആ ഗ്രൂപ്പിലിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ഡിസ്കഷനിൽ വരികയാണ്, നമുക്കൊരു പ്രോഗ്രാം അങ്ങ് തുടങ്ങിയാലോ, ഒരു പ്രോഗ്രാം നമുക്ക് അനൗൺസ് ചെയ്താലോ, ആ പ്രോഗ്രാം അനൗൺസ് ചെയ്താലോ എന്നുള്ള ചർച്ചകളിൽ നിന്ന് അതിന്റെ ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് പിന്നീട് അത് ഫിക്സ് ചെയ്തതിന്റെ ഒരു റിസൾട്ടിലാണ് ഇപ്പൊ നമ്മളെല്ലാവരും ഉള്ളത്. ഓക്കെ, ഇപ്പൊ അതിന്റെ ഒരു പ്രോഗ്രാം നമ്മൾ ആദ്യം അനൗൺസ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമാണ് അനൗൺസ് ചെയ്യാൻ തീരുമാനിച്ചത്. ആ ഓഫ്ലൈൻ പ്രോഗ്രാം അനൗൺസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഓഫ്ലൈൻ പ്രോഗ്രാം എത്തുന്നതിന് മുമ്പ് തന്നെ ആളുകൾക്ക് നമ്മളെ പരിചയപ്പെടണ്ടേ, ആളുകൾക്ക് നമ്മൾ ആരാണെന്ന് അറിയേണ്ടേ, അതിന് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക എന്നുള്ള ചർച്ചയെന്നായിരിക്കും തോന്നിയിട്ടുള്ളത്. ഇങ്ങനത്തെ ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം നമ്മൾ ഓൺലൈനിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ, ഇതിലേക്കൊക്കെ വന്നിരിക്കുന്നത്, എൻ്റെ പേഴ്സണൽ ലൈഫിലേക്കൊക്കെ വന്നിരിക്കുന്നത് ഈ ഗോൾ ഓറിയന്റഡ് ഡിസിഷൻ മേക്കിങ്ങിന്റെ AP മോഡലാണ്. ഓക്കെ, അപ്പോൾ AP മോഡലിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഞാൻ എൻ്റെ ലൈഫിൽ ഈ ഗോൾ സെറ്റിങ്സും അതേപോലെ തന്നെ ഈ മോഡലൊക്കെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി പറയാം. ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ എൻ്റെ സ്റ്റോറി അറിയുന്നതായിരിക്കും. ഓക്കെ, ബേസിക്കലി ഒരു 6 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 7 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അറിയാത്ത ഒരാളായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ പല പ്രൊഫഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ കുറച്ച് സമയം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു മൊബൈൽ ടെക്നീഷ്യൻ ആയിരുന്നു. ആ മൊബൈൽ ടെക്നീഷ്യന് ശേഷം റീസെന്റ് ലാസ്റ്റ് ഈ ഒരു ജോലിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ സൈക്കോളജി കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഒരു അക്ഷയ സെന്റർ പോലുള്ള ഒരു ജനസേവന കേന്ദ്രം റൺ ചെയ്യായിരുന്നു. ഓക്കെ, അവിടുന്ന് ഞാൻ ഇത്തരം ക്ലാസ്സുകൾ, ഇങ്ങനത്തെ സെൽഫ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ആ കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുക്കുന്ന സമയത്ത് ഗോൾ സെറ്റിങ്സിനെ കുറിച്ച് അറിയുകയും എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ജീവിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് എൻ്റെ ഫിനാൻസ് ആണെങ്കിലും എൻ്റെ പ്രൊഫഷൻ ആണെങ്കിലും അതേപോലെ തന്നെ എൻ്റെ ഇൻഫ്ലുവൻസ് ആണെങ്കിലൊക്കെ മാറ്റാൻ പറ്റും, എനിക്കൊരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഇന്ന് ഞാൻ ഈ കാണുന്ന ഈ ഒരു ക്ലാരിറ്റി മെന്റലിലേക്ക് എത്തുകയും ചെയ്യാണ്. ഈ ക്ലാരിറ്റി മെന്റലിലേക്ക് എത്താനും വേണ്ടി എന്നെ സഹായിച്ചിട്ടുള്ളത് ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എൻ്റെ സാറ് പറയാണ്, സൈഫ് നിനക്ക് ഇങ്ങനെ തന്നെ ജീവിക്കണോ അതോ നിന്റെ ഉള്ളിലുള്ള ഒരു കഴിവുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്, സൈഫ് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു വജ്രമുണ്ട്, ഒരു ഡയമണ്ട് ഉണ്ട്, പക്ഷേ
ആ ഡയമണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുകളുണ്ട്. ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ഭൂമിയിൽ പോയിട്ട് നല്ല രീതിയിൽ കുഴിയെടുത്തിട്ട് താഴേക്ക് അതിനെ ഖനനം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾക്ക് മൈനിങ് നടത്തി കഴിഞ്ഞാൽ ആ ഡയമണ്ട് കിട്ടുള്ളൂ. ആ ഡയമണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലോ അത് വെട്ടിത്തിളങ്ങുന്ന ഒരു സാധനമല്ല. അതിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല 100-ലധികം ഡിഗ്രിയിൽ നല്ല രീതിയിൽ ചൂടാക്കണം. ആ ചൂടാക്കിയിട്ട് അതിനെ അടിച്ച് പൊട്ടിക്കണം. എന്നതിന് ശേഷം അതിനെ ഗ്രൈൻഡ് ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഡയമണ്ട് കിട്ടുക. എന്നതുപോലെ നിന്റെ ഉള്ളിലുള്ള ആ ഡയമണ്ട് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ലൈഫിൽ റിസ്കുകൾ എടുക്കാൻ തയ്യാറാവണം. ആർ യു റെഡി ഓർ നോട്ട് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻസിന് സർ ഐ എം റെഡി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആൻസർ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന രീതിയിലേക്ക് എന്നെ വളർത്തിയിട്ടുള്ളത്. അതാണ് നമ്മുടെ പവർ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇത് എൻ്റെ മാത്രം സ്റ്റോറി ആവില്ല. നിങ്ങളുടെയൊക്കെ ലൈഫിൽ നിങ്ങൾ ഇപ്പൊ ആരായിരിക്കുന്നോ ആരല്ലാതെ നമ്മൾ ചില തീരുമാനങ്ങൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും അല്ലെ? ഞാനന്ന് എടുത്ത തീരുമാനം വളരെ ശരിയായിരുന്നു. ചില തീരുമാനങ്ങൾ നമുക്ക് തെറ്റിപ്പോവാം. എല്ലാ തീരുമാനങ്ങളും എന്താവണമെന്നില്ല, ശരിയാവണമെന്നില്ല. ചില തീരുമാനങ്ങൾക്ക് തെറ്റിപ്പോകും. പക്ഷെ ഏതൊരു തെറ്റായ തീരുമാനത്തിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അയാൾക്ക് ലൈഫിനെ എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ എന്താണ് API മോഡൽ? ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ അബ്രിവേഷൻ എന്ന് പറയുന്നത് A ഫോർ അസസ് എന്നുള്ളത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിൽ അത് A ഫോർ അസസ് എന്നുള്ളതാണ്, P ഫോർ പ്ലാൻ എന്നുള്ളതാണ്, E ഫോർ എക്സിക്യൂട്ട് എന്നുള്ളതാണ്. ഈ അസസിങ്ങും പ്ലാനിങ്ങും എക്സിക്യൂഷനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് പ്രാവർത്തിച്ചു കഴിഞ്ഞാൽ ഈ അവസാനം പറഞ്ഞ ഈയിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവുക. ഈയിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവുക. ഏലോ പീലോ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്കൊരു ഹാപ്പിനെസ് മാപ്പി കിട്ടും. നിങ്ങൾക്ക് സക്സസ് എത്തുന്നത് ഈയിലേക്ക്, എക്സിക്യൂട്ട് എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തുമ്പോഴായിരിക്കും. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. എന്താണ് അസസ് എന്ന് പറയുന്നത്? ഞാൻ എക്സാമ്പിളോടുകൂടി പറയും. ഓക്കെ, ഇന്നത്തെ ഒരു എക്സാമ്പിൾ ഞാൻ വെക്കുന്നത് തൽക്കാലമായിട്ട് ഇതിൽ എത്ര പേര് നിലവിൽ ഓണ്ടർപ്രണർ അല്ല, എനിക്കൊരു ഓണ്ടർപ്രണർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ എസ് എന്ന് കമന്റ് ചെയ്തു. എത്ര പേര് ഞാൻ ഓണ്ടർപ്രണർ അല്ല, റൈറ്റ് നോ ഐ എം നോട്ട് എൻ ഓണ്ടർപ്രണർ ബട്ട് ഐ വാണ്ട് ടു ബിക്കം എൻ ഓണ്ടർപ്രണർ? എത്ര? അബ്ബാസ്, എത്ര ആളുകൾ? ഉണ്ണികൃഷ്ണ സാറുണ്ട്, വേറെ ഫരീദ മാം ഉണ്ട്, ഷെഫീഖ് സാറുണ്ട്, ഓക്കെ, റോസിൽ മാം ഉണ്ട്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഞാനിന്നൊരു ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓണ്ടർപ്രണർ എങ്ങനെ ആവണം എന്നാണ് എക്സാമ്പിൾ ആയിട്ട് വെക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് എക്സാമ്പിൾ ഇതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ജോലി പ്രൊമോഷൻ വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള നിങ്ങളുടെ പ്രൊഫഷൻസ് മാറണോ, നിങ്ങൾക്കൊരു യാത്ര പോകണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കത് നിങ്ങളുടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് ഒരു ഓണ്ടർപ്രണർഷിപ്പ്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഗോള് അത് എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് ഇതിന് ചെയ്യാവുന്നതാണ്. അസസ് ചെയ്യുക എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ദ കറന്റ് സിറ്റുവേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ഇറ്റ്. നിങ്ങൾ എടുക്കുന്ന ആ ഗോളുകളുടെ കറന്റ് സിറ്റുവേഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യുകയും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ മനസ്സിലാക്കുകയും ചെയ്യും. അതാണ് അസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന, നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഗോൾ സെറ്റ് ചെയ്തതിനെ അനലൈസ് ചെയ്യുമ്പോൾ ഐഡന്റിഫൈ ദ പ്രോബ്ലം ഓർ ഡിസിഷൻ ടു ബി മെയ്ഡ്, gather relevant information and analyzing the information, understand the implications. 3 കാര്യങ്ങളാണ്. എന്താണ്? ഒന്ന്, നിങ്ങളുടെ ആ പ്രോബ്ലംസും ആ തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരും എന്നുള്ളത് അനലൈസ് ചെയ്യും. ഞാനിപ്പോൾ എൻ്റെ നിലവിലുള്ള ജോലി അങ്ങ് ഉപേക്ഷിച്ചിട്ട് ഓണ്ടർപ്രണർ ആവുകയാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരും? ഞാൻ എൻ്റെ കറണ്ട് ജോബ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ കറണ്ട് ആയിട്ടുള്ള ഞാനിപ്പോൾ ചെയ്യുന്ന ഈ പ്രൊഫഷന് ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകണം. വാട്ട് വിൽ ഹാപ്പൻ? ഓക്കെ, വിജയ് സേതുപതി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് 35 വയസ്സിന് ശേഷം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരികയാണ്. നിലവിൽ അദ്ദേഹത്തിനുള്ള ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് വരികയാണ്. ഓക്കെ, അപ്പം അതിന്റെ മാക്സിമം എന്താണ്? ഒരു കാൽക്കുലേറ്റ് റിസ്ക് എടുക്കാനും വേണ്ടി തയ്യാറാവുക. അപ്പോൾ അതിനെക്കുറിച്ച് ഐഡന്റിഫൈ ദ പ്രോബ്ലം ഒരു ഡിസിഷൻ ടു ബി മെയ്ഡ്. ഓക്കെ, അതേപോലെ തന്നെ ഗാദർ റെലവെന്റ് ഇൻഫോർമേഷൻസ് ആൻഡ് ഡാറ്റ. നിങ്ങളുടെ ആ തീരുമാനം എടുക്കുന്ന ആ ഗോളുകൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾക്കുള്ള ഇൻഫോർമേഷൻസ് ഡാറ്റ ഉണ്ടായിരിക്കണം. എന്നിട്ട് അതിന്റെ ഇംപ്ലിക്കേഷൻസ്ക്ക് പോകണമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഐഡന്റിഫൈ ദ ബിസിനസ് ഐഡിയ. എന്ത് ബിസിനസ് ആണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്? എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് സർവീസ് ആയിരിക്കും? ഇപ്പൊ നിങ്ങൾ കുറേ ആളുകൾ ഇപ്പൊ നിങ്ങൾ കമന്റ് ചെയ്ത്, നിങ്ങളൊന്ന് കമന്റ് ചെയ്ത്, നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ ഒരു ഓണ്ടർപ്രണർ ആവുകയാണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ആണ് നിങ്ങൾ എടുക്കുക? നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു പ്രൊഡക്റ്റ് ഇന്നോവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ?
അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സർവീസ് സെക്ടറിലേക്കാണോ നിങ്ങൾ പോകുന്നത്, ആ ഒരു ബിസിനസ് ഐഡിയകൾ എന്ത് ചെയ്യുക, ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക, ആ ബിസിനസ് ഐഡിയ എന്നുള്ളത് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. എന്താണ് എൻ്റെ ബിസിനസ് ഐഡിയകൾ? ഒരു ബിസിനസ്, ഇത് ഏത് ബിസിനസ് ആണെങ്കിലും. അപ്പൊ ആളുകളൊന്ന് കമന്റ് ചെയ്ത്, നിങ്ങൾ എന്ത് ബിസിനസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്ത് ബിസിനസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? സർവീസ് സെക്ടറിലാണെങ്കിൽ അതിനെ സ്പെസിഫിക് ആക്കണം. സർവീസ് സെക്ടറിൽ എന്ത്, പ്രൊഡക്റ്റ് സെക്ടറിലാണെങ്കിൽ എന്ത്. ഇത് ഇവിടെ പറയണമെന്നില്ല, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്താണ് ഞാൻ കൊണ്ടുവരിക, അല്ലെ? ഫുഡ് പ്രൊഡക്ഷൻ ആണെങ്കിൽ എന്ത് ഫുഡ് പ്രൊഡക്ഷൻസ്. അതിന് എന്ത് ചെയ്യുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ സർവീസ് ഓർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ഷനെ കുറിച്ചിട്ട് രണ്ടാമത് അയാൾ ചെയ്യേണ്ട എന്താണ്? രണ്ടാമത് അയാൾ ചെയ്യേണ്ടത് മാർക്കറ്റ് റിസർച്ച് ആണ്. ഇത് ഏത് ഭാഗമാണ്? നമ്മൾ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ 3 കാര്യങ്ങൾ പറയുന്നതിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എ എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷനാണ്. അസസ് എന്ന് പറയുന്ന ഒരു ഒറ്റ ഓപ്ഷനാണ്. ആ അസസ് എന്ന് പറയുന്ന ഓപ്ഷൻസിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരു ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഐഡന്റിഫൈ ദ ബിസിനസ് ഐഡിയ. ഓക്കെ. രണ്ടെന്താണ്? മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച്, ഗേദർ ഇൻഫർമേഷൻ അബൌട്ട് ദി ഇൻഡസ്ട്രി, ടാർഗറ്റ് ഓഡിയൻസ്, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ് ട്രെൻഡ്സ്. നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഇതിനെ കുറിച്ചുള്ള ഇൻഡസ്ട്രിയിൽ ഇപ്പോഴുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്? ലേഡീസ് ആണോ, അല്ലെങ്കിൽ ജെൻസ് ആണോ, ബോത്ത് ആണോ, സ്റ്റുഡൻസ് ആണോ? ഓക്കെ. ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ് നിങ്ങളുള്ളത്? നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണ്? ഇപ്പൊ മാർക്കറ്റിലെ ട്രെൻഡ്സ് എന്താണ്? ഇതൊക്കെയാണ് നിങ്ങൾ മാർക്കറ്റ് റിസർച്ചിൽ ചെയ്യേണ്ടത്. മൂന്നാമത് SWOT അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ത്രെഡ് എന്താണ്. ഇതൊക്കെ ഒരു വലിയ സബ്ജക്റ്റ് ആണ്, ഞാൻ ഫുള്ളി അതിലേക്ക് പോകുന്നില്ല. ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ എവിടെ ചെയ്യേണ്ടതാണ്? അസസ്സിൽ ചെയ്യേണ്ടത്. ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ. ഇനി ഒരു ബിസിനസ് തുടങ്ങാന്നല്ല, വേറെ എന്ത് സംഭവമാണെങ്കിലും അസസ്മെന്റിലേക്ക് വന്നിരിക്കണം. ക്ലിയർ ആണോ? ആ അസസ്സിൽ എന്താണ്, AP എന്ന് പറയുന്ന സംഭവത്തിൽ വരുമ്പോൾ ആ അസസ്സിൽ വരുന്ന ഫസ്റ്റത്തെ ലെറ്റർ, അസസ്സിൽ വരുന്നത് തന്നെ ഇത്രയും സർവീസിന് ഞാൻ ഒന്നുകൂടി അതിന്റെ തന്നെ അസസ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരും. APE എന്നുള്ളതാണ്, അസസ് പ്ലാൻ എക്സിക്യൂട്ടീവ്. ശരിക്കും ആ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ അസസ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ബിസിനസ് ആണോ തുടങ്ങാൻ പോകുന്നത്, ആ ബിസിനസിനെ കുറിച്ചിട്ട് ഇതേപോലെ നിങ്ങൾ ചെയ്യുക. അതേപോലെ എന്ത് പ്രൊഫഷൻക്കാണോ പോകുന്നത് അതും ഇതേപോലെ ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ പ്ലാൻ ചെയ്യാണ്, യു വാണ്ട് ടു സ്റ്റാർട്ട് എ കോഫി ഷോപ്പ്. ആ ബിസിനസ്സുകാരൻ എന്താണ്, ഒരു കോഫി ഷോപ്പാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ബിഗൻ ബൈ അസസിങ് ദ ലോക്കൽ മാർക്കറ്റ്. ആ ലോക്കൽ മാർക്കറ്റിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കണം. അതേപോലെ നേരത്തെ പറഞ്ഞ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കണം. അണ്ടർസ്റ്റാൻഡിങ് ദ കസ്റ്റമർ പ്രിഫറൻസ് ആൻഡ് അനലൈസിങ് ദ ഫിസിബിലിറ്റി ഓഫ് യുവർ ബിസിനസ് ലൊക്കേഷൻ. നമ്മളൊരു ഫിസിബിലിറ്റി സ്റ്റഡി ഒക്കെ നടത്തണം. നിങ്ങൾ ആ ബിസിനസ് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കുമോ? അതേപോലെ തന്നെ നിങ്ങളുടെ ഓഡിയൻസ്, നേരത്തെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ, ആ കോഫി ഷോപ്പ് എല്ലായിടത്തും തുടങ്ങിയാൽ ചിലപ്പോൾ വിജയിക്കില്ല. ഓക്കെ. ഞാനിപ്പോൾ കോഴിക്കോട് ടൗണിലാണ് കോഫി ഷോപ്പ് തുടങ്ങുന്നത് വെച്ചാൽ നിലവിലുള്ള കോഫി ഷോപ്പിൽ നിന്നൊക്കെ വരാതെ എൻ്റെ അടുത്തേക്ക് തന്നെ ആളുകൾ വരണമെങ്കിൽ എന്ത് യുണീക്നെസ് ആണ് എനിക്കുള്ളത്? എന്താണ് എൻ്റെ USP, യുണീക് സെല്ലിംഗ് പ്രൊപ്പോർഷൻസ് എന്താണ്? ഇങ്ങനെ അതിനെക്കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള കാര്യങ്ങളാണ് അസസ്മെന്റ് വരിക. നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് അസസ്മെന്റ് വരിക. എന്ത് ഗോളാണെങ്കിലും ആ ഗോളിലേക്ക് വരുന്ന ഫസ്റ്റ് ഓപ്ഷൻ A ആണ്, പ്ലാനിങ്ങിന്റെ മുമ്പുള്ള കാര്യങ്ങൾ. വീടെടുക്കണം എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും? ആലോചിച്ച് നോക്കിയാൽ, പ്ലാൻ വരക്കുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ, അല്ലെ? ഏത് ലൊക്കാലിറ്റിയിലാണ്, അവിടെ എത്രയാണ്, അവിടെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ബെനിഫിറ്റ്, എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ വേണം, എത്ര സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്, എൻ്റെ സാമ്പത്തികം, അങ്ങനെ കുറേ കാര്യങ്ങൾ ആ പ്ലാനിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് അയാൾ ചെയ്യാനുണ്ടാവും അസസ്മെന്റിൽ. ഓക്കെ. ഒരു ജോലി ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അല്ലെ? ഏത് ടൈപ്പ് ഓഫ് ജോലിയാണ്, ഗവൺമെന്റ് ജോലിയാണോ, പ്രൈവറ്റ് ജോബാണോ? ഓക്കെ. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന A എന്ന് പറയുന്ന പാർട്ടോടെ കംപ്ലീറ്റ് ചെയ്യാണ്. സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ C എന്ന് അല്ലെങ്കിൽ CC എന്ന് കമന്റ് ചെയ്യുക. ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ. ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ. ഇനി ക്ലിയർ ആയിട്ടില്ലെങ്കിലോ അയാൾക്ക് അതും കമന്റ് ചെയ്യാം. ഓക്കെ. NC എന്ന് ടൈപ്പ് ചെയ്യാം, നോട്ട് ക്ലിയർ. ഓക്കെ. താങ്ക് യു. ഒരുപാട് ആൾക്കാർ CC കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് കമ്പയർ ചെയ്തൊക്കെ, ഞാനൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യാറുണ്ടോ? തിങ്ക് അബൌട്ട് ദാറ്റ്. ഞാൻ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാറുണ്ടോ? അതിന്റെ ആൻസർ എന്താ? അതിന്റെ ആൻസർ കൂടെ നിങ്ങൾ പറയാം. സ്വർണ്ണോ, ഞാൻ ഗോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ അസസ്മെന്റ് നടത്താറുണ്ടോ? ഞാൻ ഇതിന് അത്ര കാര്യഗൗരവത്തിൽ കാണാറുണ്ടോ? അതോ ഞാൻ ഇങ്ങനെ ചുമ്മാ ഒരു ഒറ്റയടിക്ക് സുപ്രഭാതത്തിൽ ഗോൾ സെറ്റ് ചെയ്യാണോ? പരിതാപം, വെരി ഗുഡ്, ഓൾമോസ്റ്റ് ആണ്, അല്ലേ?
ഷൈനി മാം നോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നോ ഇനി ഉണ്ടാവരുത്. ഇത് ഈ സെഷൻസിന് ശേഷം നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നോ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരോട് കമന്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യാറുണ്ടല്ലോ യെസ് ഓർണോ, നിങ്ങൾ തന്നെ ഓർമ്മപ്പെടുത്താനത് ഉണ്ണികൃഷ്ണൻ സാറിന്. അപ്പൊ നമ്മുടെ ലൈഫിൽ റിസൾട്ട് ഇല്ലെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ തോട്ട് ചെയ്യേണ്ടതാണ് ഗോൾ സെറ്റ് ചെയ്യുന്നതല്ല ഇമ്പോർട്ടൻറ്റ്. ഗോൾ സെറ്റിംഗ്സിന്റെ മുമ്പ്, ബിഫോർ ദ ഗോൾ സെറ്റിംഗ്സിലുള്ള സാധനമാണിത്. ബിഫോർ ദ ഗോൾ സെറ്റിംഗ്സിലുള്ള സാധനമാണ് എന്ത് എ എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് അസസ് ചെയ്യാതെ നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യരുത്, നമുക്ക് അത് ഇത് ചെയ്യാൻ പറ്റില്ല. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു അസസ്മെന്റ് നടത്തണം. നിങ്ങളൊരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറെ അസസ്മെന്റ് നടത്തുന്നുണ്ട് അല്ലേ? നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറെ അസസ്മെന്റ് നടത്തുന്നില്ലേ? അതൊരു ഗോളാണ് നമ്മുടെ കല്യാണം എന്ന് പറയുന്നത്. ആ അസസ്മെന്റ് പ്ലാനിന്റെ മുമ്പ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ അസസ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ താങ്ക് യു. സെക്കൻഡ് എന്താണ്? പ്ലാൻ. പ്ലാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ഡെവലപ്പ് എ സ്ട്രാറ്റജി ടു അഡ്രസ് ദ പ്രോബ്ലം ഓർ മേക്ക് ദ ഡിസിഷൻ. നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലങ്ങളെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു തന്ത്രം, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി വെക്കുക. അതിൽ എന്തൊക്കെ സ്റ്റെപ്പ് വരാൻ നോക്കാം. ഓക്കെ, നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങൾ എടുത്തിരിക്കുന്ന ഗോളുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ആ പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യാനുള്ള സ്ട്രാറ്റജി, പിന്നെ ആ ഡിസിഷൻസിനെ അഡ്രസ്സ് ചെയ്യാനുള്ള സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കി വെക്കുക. എങ്ങനെയാണ് ഞാനത് സോൾവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാനത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിനെന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ബിസിനസ് ആണെങ്കിൽ കറക്റ്റായിട്ട് ഒരു ബിസിനസ് ഗോൾ സെറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ മിഷൻ, എന്താണ് നിങ്ങളുടെ വിഷൻ, എന്താണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ റവന്യൂ ആണോ ടാർഗറ്റ് ചെയ്യുന്നത്, മാർക്കറ്റ് ഷെയർ ആണ്, എന്തായിരിക്കും നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസിന്റെ 5 വർഷം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ പ്ലാൻ. ബിസിനസ് മാറ്റി നിങ്ങൾ ആ പ്രൊഫഷനിലേക്ക് എത്തുകയാണെങ്കിൽ എത്ര വർഷം, ഇപ്പൊ എന്നോട് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ചില എനിക്കൊരു ട്രെയിനർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പൊ ഞാനിപ്പോൾ നിലവിലുള്ള ജോബ് റിസൈൻ ചെയ്തിട്ട് അതിലേക്ക് വരണോ, അല്ലെങ്കിൽ നിലവിലുള്ള ജോബിൽ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ഞാനവരോട് ചോദിക്കാറുള്ളത്, എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇൻകം നിങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? അപ്പൊ അവർ പറയാണ് 1 ഇയർ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇൻകം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 1 ഇയർ നിങ്ങൾക്ക് പോവാനുള്ള ബാക്കപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇറ്റ്സ് എൻ അസസ്മെന്റ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ആ 1 ഇയറിനുള്ളിൽ ഞാൻ സെറ്റ് ആവുമെന്ന് പറയുന്നത് എന്താണ്? ഒരു ഗോളാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടുള്ള ബിസിനസ് ഗോൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള പ്രൊഫഷണൽ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ പ്ലാനിങ്ങിൽ വരുന്ന ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേതാണെങ്കിൽ ബിസിനസ് ആണെങ്കിൽ ക്രിയേറ്റ് എ ബിസിനസ് പ്ലാൻ. എന്തൊക്കെയാണ് ബിസിനസ് പ്ലാനുകൾ ഉണ്ടാവുക? അവിടെ നിങ്ങൾക്ക് ഔട്ട്ലൈൻ യുവർ ബിസിനസ് മോഡൽ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ, ഓപ്പറേഷൻ പ്ലാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബിസിനസ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കാനുണ്ടാവും. ഇനി ബിസിനസ് പ്ലാൻ അല്ലെങ്കിലോ, നിങ്ങൾ എന്താണോ ചെയ്തിരിക്കുന്നത് ആ ബിസിനസ്സുമായിട്ട് അവിടെ പ്ലാൻ ഉണ്ടാക്കുക, നിങ്ങൾക്കൊരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഇനി മൂന്നാമത് വരുന്നതാണ് റിസോഴ്സ് അലോക്കേഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ദ റിക്വയർഡ് റിസോഴ്സസ്. പല ആളുകൾക്കും പറ്റുന്ന ഒരു സംഭവമാണ്, അവർക്ക് ഒരു റിസോഴ്സ് പ്ലാൻ ഉണ്ടാവില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മൈൻഡ് റോയിഡ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെ നടക്കണമെങ്കിൽ എന്തൊക്കെ റിസോഴ്സസ് വേണം? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തൊക്കെ റിസോഴ്സസ് ഈ പ്രോഗ്രാം നടക്കണമെങ്കിൽ വേണം? ഞങ്ങൾക്ക് എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടായി കഴിഞ്ഞാലാണ് ഈ പ്രോഗ്രാം നടക്കാൻ പറ്റുക? ഒന്ന് കമന്റ് ചെയ്തേ, അല്ലെങ്കിൽ എനിക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം ഒരാൾക്ക്. ഈ ഒരു പ്രോഗ്രാം എന്ന് ഇവിടെ നടക്കണമെങ്കിൽ എന്തൊക്കെ റിസോഴ്സസ് വേണം? എനിക്കൊരു ഓൾമോസ്റ്റ് സമയമായിട്ട് പെട്ടെന്ന് പറയാം. ഹ്യൂമൻ റിസോഴ്സ് വേണം. വെരി ഗുഡ്. പിന്നെ ക്യാമറ വേണം, ടെക്നോളജി വേണം. പിന്നെ ഇന്റർനെറ്റ് വേണം. വെന്യൂ വേണം, ഫണ്ട് വേണം, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ വേണം. താങ്ക് യു. അപ്പോൾ ഞാൻ ആ ചർച്ചയിലേക്ക്, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഐ നീഡ് ടു ക്രിയേറ്റ് എ പോസ്റ്റർ ഫോർ ദിസ് പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിനാണ് എനിക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. എന്തൊക്കെ വേണം? പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ ഒരാൾ വേണം, അവിടെ ഒരു ഹ്യൂമൻ റിസോഴ്സ് വേണം. പിന്നെന്താണ്? കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണം, അവിടെ ഒരു ഹ്യൂമൻ റിസോഴ്സ് വേണം. കണ്ടന്റ് ക്രിയേറ്റിന് എന്ത് വേണം? ടെക്നോളജി വേണം, അല്ലെ? അതൊക്കെ പിന്നെ ഗോളുകളായിട്ട് മാറണം. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടെക്നോളജി വേണം. ഇനി അത് ഉപയോഗിക്കണമെങ്കിലോ ഒരു കമ്പ്യൂട്ടർ വേണം, അല്ലെ? അത് പിന്നെ ഷെയർ ചെയ്യണമെങ്കിലോ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വീണ്ടും ഒരാൾ വേണം. ഓക്കെ, അങ്ങനെ 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 ഓരോ കാര്യം. ഞാനൊരു പോസ്റ്ററിന്റെ കാര്യം മാത്രം ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഒരു പോസ്റ്റർ മേക്ക് ചെയ്യാനുള്ള റിസോഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഈ പ്രോഗ്രാമിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു മോർ ദാൻ 100 റിസോഴ്സുകൾ നമുക്ക് വേണ്ടി വരും. ഞങ്ങൾക്ക് എന്നല്ല, നിങ്ങൾക്ക് ആർക്കും വേണ്ടി വരും. അത്രയും റിസോഴ്സ് നമുക്ക് എവിടുന്ന് കിട്ടും? അതൊക്കെ നിങ്ങളുടെ പ്ലാനിങ്ങിൽ വരണം. റിസോഴ്സുകൾ എവിടുന്നാണ് വരിക?
ആ റിസോഴ്സുകൾ ഉണ്ടാക്കാനുള്ള ക്യാപിറ്റൽ എവിടെ നിന്നാണ് വരിക, അതിൽ എത്ര ഹ്യൂമൻ റിസോഴ്സസ് വേണം, എങ്ങനെ വരും. ഓക്കെ, അതാണ് അതിന്റെ. ഇപ്പൊ കോഫി ഷോപ്പ് ആണെങ്കിൽ അതിന്റെ ഒരു എങ്ങനെ വരിക, കോഫി ഷോപ്പ് ആണെങ്കിൽ നമ്മൾ അവിടേക്ക് എന്ത് വരിക, സെറ്റ് എ ഗോൾ ലൈക്ക് ബിക്കമിങ് ദ ഗോ ടു സ്പോട്ട് ഫോർ ലോക്കൽ കോഫി ലവർ വിത്തിൻ 6 months. അയാളാണ് എന്താണ് 6 months അവിടുത്തെ എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു കോഫി ഷോപ്പ് ആക്കിയിട്ട് ഞാൻ അതിനെ മാറ്റും. അതാണ് അയാളുടെ എന്ത് പ്ലാന്. അപ്പൊ അതിനൊക്കെയുള്ള ബിസിനസ് പ്ലാൻ ഉണ്ടാക്കും, പ്രൈസ് സ്ട്രാറ്റജി ഉണ്ടാക്കണം, മെനു ഉണ്ടാക്കണം, ഓഫറിംഗ് ചെയ്യുന്ന മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കണം, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ഉണ്ടാക്കണം. അതായത് എങ്ങനെയാണ് എനിക്ക് പൈസ വരും, എത്ര പൈസ എനിക്ക് ചെലവാകും, എത്ര എനിക്ക് വരവുണ്ടാവും, ഇതൊക്കെ ഉണ്ടാക്കണം. ഐഡന്റിഫൈ ദ നീഡ് റിസോഴ്സ്, ഇനീഷ്യൽ ഫണ്ടിങ് എത്ര വേണം, എക്യുപ്മെന്റ്സ് എന്തൊക്കെ വേണം, എത്ര സ്റ്റാഫുകൾ വേണം, അതാണ് അതിന്റെ റിസോഴ്സ് പ്ലാനിലേക്ക് വരിക. ക്ലിയർ ആണോ? അതാണ് ഈ 3 കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള അതിന്റെ എക്സാമ്പിൾ. മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ. ഒരുപാട് ആളുകൾക്ക് ഗോളുകളുണ്ട്, ബട്ട് ദേ ആർ നോട്ട് റെഡി ടു എക്സിക്യൂട്ട്. ഇംപ്ലിമെന്റ് ദ പ്ലാൻ ആൻഡ് മോണിറ്റർ ഇറ്റ്സ് പ്രോഗ്രസ്. ഇതില്ല എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളിൽ ട്രെയിനിങ് കൊടുക്കാൻ പോകാറുണ്ട്. ട്രെയിനിങ് കൊടുക്കാൻ നമ്മുടെ ബിസിനസ് നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്ന ആ ബിസിനസിന്റെ പ്രോഗ്രസ്സിലേക്ക് നയിക്കാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, അവരെൻ്റെ അടുത്ത് ഫസ്റ്റ് മീറ്റിംഗിൽ നിങ്ങൾ മീറ്റിംഗ് കൂടാറുണ്ടോ? ഓ സർ, മീറ്റിംഗ് കൂടാറുണ്ട്, സ്റ്റാഫുകൾക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മീറ്റിംഗ് മിനിറ്റ്സ് ഉണ്ടോ? ഡു യു ഹാവ് മീറ്റിംഗ് മിനിറ്റ്സ്? മീറ്റിംഗ് മിനിറ്റ്സ് ഒന്നുമില്ല. മീറ്റിംഗിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ മീറ്റിംഗിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യും. ആ മീറ്റിംഗിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മോണിറ്റർ ചെയ്യുന്നില്ല. നിങ്ങൾ എടുത്ത തീരുമാനത്തിന്റെ പ്രോഗ്രസ് എന്താണ്? നിങ്ങൾ വീട് ഉണ്ടാക്കണം തീരുമാനിച്ചു, പ്ലാൻ ഉണ്ടാക്കി, വീട് പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? മോണിറ്റർ ചെയ്യാൻ പറ്റും. ഫൗണ്ടേഷനിലാണുള്ളത് അല്ലെ, ബ്രിക്ക് വർക്കാണോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അതിന്റെ പിന്നെ ലിൻഡൽ വർക്കിലാണോ ഇപ്പോൾ ഉള്ളത്, അതിന്റെ പിന്നെ കോൺക്രീറ്റിംഗ് കഴിഞ്ഞോ, അതിന്റെ പ്ലാസ്റ്ററിങ് സ്റ്റാർട്ട് ചെയ്തോ, ടൈൽ വർക്കാണോ, പ്ലംബിംഗ് ആണോ, ഇങ്ങനെ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഇനാഗുറേഷൻ, എന്താ പറയുക, ഹൗസ് വാമിംഗ് വരെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നതുപോലെ നിങ്ങളുടെ ഓരോ ഗോളുകൾ നിങ്ങൾക്ക് അതിന്റെ പ്ലാനുകൾ ഓരോന്ന് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം പോരാ, അതിന് പ്രോഗ്രസ് ചെക്ക് ചെയ്യാനും കൂടി അറിയണം. പുട്ട് ദ പ്ലാൻ ഇൻ ടു ആക്ഷൻസ്. പ്ലാൻ ചെയ്തുകൊണ്ടൊരു കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ എണീക്കണം നിങ്ങൾക്ക് അറിയൂലേ, എക്സസൈസ് നല്ലതെന്ന് അറിയില്ലേ, പണം സേവ് ചെയ്യണമെന്ന് അറിയില്ലേ, ജങ്ക് ഫുഡ് കഴിക്കരുതെന്ന് നമുക്ക് അറിയില്ലേ. ഓക്കെ, നിങ്ങൾക്ക് അറിയാം എന്നുള്ളതിന്റെ അർത്ഥം നോയിങ് ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു ഡൂയിങ്, ചെയ്യുക എന്നുള്ളതല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതൊരു പ്ലാൻ ആക്ഷൻ ആക്കണം. 2 മോണി. അപ്പോൾ അവിടെ ആക്ഷൻ പ്ലാൻ പിന്നെയും വരും. എന്താണ്? ആ പോസ്റ്റർ ഉണ്ടാക്കാൻ എനിക്കൊന്ന് റിസോഴ്സ് വേണം, ഹ്യൂമൻ റിസോഴ്സ്. അപ്പോൾ അത് ആരാണ് ചെയ്യുക? എനിക്ക് സിസ്റ്റം വേണം. സിസ്റ്റം എവിടെ നിന്നാണ് കിട്ടുക? സോഷ്യൽ മീഡിയയിൽ ആരാണ് ഇത് ചെയ്യുക? അതെന്താണ്? പിന്നെ അതിനൊക്കെ ആക്ഷൻ പ്ലാൻ വരും. ഓരോ റിസോഴ്സ് പ്ലാനിനും ഒരു ആക്ഷൻ പ്ലാൻ വരും. മോണിറ്റർ ദ പ്രോഗ്രസ് ആൻഡ് മേക്ക് അഡ്ജസ്റ്റ്മെന്റ് ആസ് നീഡഡ്. നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ആ മണൽ കയ്യാൻ പോയിട്ടുണ്ട്, മണൽ കയ്യാറായിട്ടുണ്ട്, ഓക്കെ, നമ്മൾ ഓഫീസിലേക്കുള്ള ഇത് കയ്യാറായിട്ടുണ്ട്, കോഫി ഷോപ്പിലേക്കുള്ള അതിലേക്കുള്ള സംഭവം, എന്ത് ചെയ്യണം? പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുകയും അതിനനുസരിച്ചുള്ള നീഡുകൾ ചെയ്യണം. ഇവാലുവേറ്റ് ദ ഡിറ്റർമിൻ സക്സസ് ഓഫ് ദ ഡിസിഷൻ. നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഡിസിഷൻ, നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾക്ക് അനുസരിച്ച് സക്സസിലേക്ക് നിങ്ങൾ എത്തിയോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതാണ് എക്സിക്യൂട്ടീവ് പ്ലാനിൽ വരുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, സെക്യൂർ ദ ഫണ്ടിങ്, സെറ്റപ്പ് ഓപ്പറേഷൻ ആൻഡ് സ്റ്റാർട്ട് മാർക്കറ്റിംഗ് യുവർ ബിസിനസ്. മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെന്ത് ചെയ്യണം? മോണിറ്റർ ദ പ്രോഗ്രസ്, ട്രാക്ക് ദ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഓരോ ആളുകളിലും എന്തുണ്ടാവും? ഒരു KPI എന്ന് പറയും, കീ പെർഫോമൻസ് ഉണ്ടാവും. എന്താണ്? നിങ്ങൾ അത് മെഷർ ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊക്കെ ഏരിയയിലാണ് ഇമ്പ്രൂവ്മെന്റ് വേണ്ടത്, അത് കണ്ടിന്യൂസ് ആയിട്ട് അഡ്ജസ്റ്റ് ആൻഡ് ഇമ്പ്രൂവ്. അപ്പൊ ഞങ്ങൾ 5 minutes, നമ്മൾ എത്ര സമയമാണ് ഫെബിൻ മാം മീറ്റിംഗ് എടുക്കാറുള്ളത് ഡെയിലി? ഏറ്റവും മിനിമം നമ്മൾ ഈ ഒരു മൈൻഡ് വേൾഡ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ നമ്മൾ എത്ര സമയമായിട്ട് നമ്മൾ ഇതിന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന എത്ര ദിവസമായിട്ട് ഉണ്ടാവും അല്ലേ? ഒരു ഓൾമോസ്റ്റ് ഒരു അല്ലേ 1 month, നിയർ 1 month ആയി ഉണ്ടാവും അല്ലെ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 15 minutes ഏറ്റവും ചുരുങ്ങിയതായിരിക്കും. എല്ലാ ദിവസവും 8:45 AM to 9 AM ഞങ്ങളുടെ മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിൽ ഞങ്ങൾ കണ്ടിന്യൂസ് അനലൈസ് ചെയ്യും. എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് റെഡി ആക്കാനുള്ളത്. ഫെബി മാം അവിടെ റെഡി ആയിട്ടോ, അബ്ബാസ് ഇവിടെ റെഡി, സൈഫ് നീ അത് ചെയ്തില്ല കേട്ടോ, ഷമീറ മാം ഇത് ചെയ്തില്ല കേട്ടോ, നമ്മുടെ ടീം അത് ചെയ്തു. ഈ കണ്ടിന്യൂസ് അനലൈസിങ്ങിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ആൻഡ് ഇംപ്രൂവ്, മേക്ക് നെസസറി അഡ്ജസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് ആൻഡ് പെർഫോമൻസ് മെട്രിക്. ആ പെർഫോമൻസ് മെട്രിക് ഞങ്ങൾ ഇതിങ്ങനെ അനലൈസ് ചെയ്യും. എല്ലാ ദിവസവും ഇരിക്കും. ഏറ്റവും മിനിമം 15 minute ആണ്, അത് 45 minute ആവും. ചിലപ്പോൾ ഞങ്ങൾ വീണ്ടും രാത്രി. ഇനി ഓരോ മീറ്റിങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ എത്ര സമയം ഇരിക്കും? ഞാൻ തന്നെ പറയേണ്ടതിട്ടാണ്. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാറില്ല. എന്താ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാത്തത്? നിങ്ങളോട് പറയും ലിവ് ചെയ്തോളൂ, എന്നിട്ട് ലാസ്റ്റ് പോവാത്ത ആളുകൾ റിമൂവ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ 4 ആളുകൾ ഇരിക്കും. എന്തൊക്കെയാണ് ഇന്നത്തെ മീറ്റിംഗിന്റെ അനലൈസ്? ഇത് നിർബന്ധമാണ്.
ഏറ്റവും മിനിമം ഞങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്നാണ്. മൈൻഡ് റോഡ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. 1 മന്തിനുള്ളിൽ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് ഇത്രയും ഫ്ലറിഷ് ചെയ്യാൻ പറ്റും. മൈൻഡ് റോഡിന്റെ പേജ് അത് ആളുകളിലേക്ക് എത്താൻ പറ്റി. നിങ്ങൾ ഈ പങ്കെടുക്കുന്ന ഓരോ ആളുകൾക്കും ആൻഡ്രോയിഡ് മാത്രമേ അറിയുള്ളൂ. മൈൻഡ് റോഡ് എന്നുള്ളൊരു വാക്ക് ഞങ്ങൾക്ക് ഡാം ഷുവർ ആയിട്ട് പറയാണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ഞങ്ങളിലേക്കാണ് ഫസ്റ്റ് കേൾക്കുന്നത്. ഓക്കെ, ആ മൈൻഡ് റോഡ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് മൈൻഡ് റോഡ് എന്ന് പറയുമ്പോൾ ആ പേര് മൈൻഡ് റോഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ 4 പേരുടെയും ഫേസ് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ എസ് എന്ന് കമന്റ് ചെയ്യാം, മൈൻഡ് റോഡ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും 8 മണിക്ക് മൈൻഡ് റോഡ് പ്രോഗ്രാം ഉണ്ട്, ഇന്ന് ആ മൈൻഡ് റോഡ് കമ്മ്യൂണിറ്റി ഞങ്ങൾ മെമ്പറാണ്, യെസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ് ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രസ്സിലൂടെയാണ് അതിനെ കൊണ്ടുവരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള അനലൈസിങ്. ഞങ്ങളുടെ എല്ലാ ക്ലയൻസിനോടും ഞങ്ങൾ പറയാറുള്ളത് 5 minutes യു സിറ്റ് വിത്ത് അസ്. അത് മസ്റ്റാണ്. ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ഞങ്ങളുടെ ഓഫീസുകളിൽ, സ്കിയോളോന്റെ ഓഫീസിൽ, അബ്ബാസാറിന്റെ ഓഫീസിൽ, ഫെബിമാന്റെ ഓഫീസിലൊക്കെ ഡെയിലി 5 മിനിറ്റ് എന്ത് ചെയ്യണം, 10 മിനിറ്റ്. ഇപ്പോൾ ഷൈനി മാമിനൊക്കെ അറിയാം, ബി മാജിക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവരെല്ലാ ദിവസവും 2 മണി മുതൽ 2:10, 2:15 വരെയുള്ള സമയം സ്പെൻഡ് ചെയ്യും. ഇത് തന്നെയാണ് ഇതിന്റെ പ്രോഗ്രസ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓപ്പൺ യുവർ കോഫി ഷോപ്പ്, execute your marketing plan to attract customer and track KPIs such as daily sales, customer feedback and operational efficiency. Continuously improve based on. ഇതില്ലാത്തത് കൊണ്ട് പല ബിസിനസ്സുകൾ തകരാറുണ്ട്. അവരിങ്ങനെ ബിസിനസ് ഇങ്ങനെ റെഡി ആയിക്കുമ്പോൾ ഒന്നങ്ങ് ട്രിപ്പൊക്കെ പോകും. എന്താണ് ബിസിനസ്സിന് ലാഭമൊക്കെ എടുത്തിട്ട് വരുമ്പോൾ ഇതിന് ടപ്പവും ഇത് കൊഴിഞ്ഞാടിയിട്ടുണ്ടാവും. ഇതിന്റെ പ്രോഗ്രസിനെ ചെക്ക് ചെയ്ത് ഓരോ ദിവസവും ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ലൈഫിൽ സമയം സ്പെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനത്തെ സമയം വേണം. എന്താണ് നിങ്ങളുടെ അനലൈസിങ് ടൈം. നിങ്ങളുടെ ഗോളുകളിലേക്ക് സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനൊരു അനലൈസിങ് സമയമാണ്. സോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് സമയം അധികം എടുത്തിട്ടുണ്ട്, എക്സ്ട്രീംലി സോറി, 7 മിനിറ്റ് അധികമാണ്. സോ വാട്ട്സ് യുവർ മെയിൻ ടേക്ക് അവേ സ്റ്റുഡന്റ്? എന്താണ് നിങ്ങളുടെ ടേക്ക് അവേ? എന്താണ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ? എന്താണ് നിങ്ങൾ ഈ ക്ലാസ് ഉഷാറാണെന്ന് മാത്രം പറയാൻ വേണ്ട. എന്റെ പ്രശ്നങ്ങളിൽ ക്ലാസ്സുകൾ ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാം. അതിനപ്പുറത്തേക്ക് സർ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ മിനിയാന്ന് ബി മാജിക്കിലൂടെ സെഷൻസ് കേട്ടപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തതാണ്. ഇനി എന്റെ ലൈഫിൽ EMI ഇല്ല. എന്റെ ഒഫീഷ്യൽ കാര്യത്തിന് മാപ്പ് എടുക്കാം, എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു EMI ഇനി അപ്രോച്ച് ചെയ്യില്ല. അയാളുടെ ക്ലാസ്സിൽ നിന്ന് ഞാൻ എടുത്ത തീരുമാനം എന്നതുപോലെ നിങ്ങൾ ഇന്ന് എടുത്ത തീരുമാനം എന്താണ്? വാട്ട്സ് യുവർ ഡിസിഷൻ? ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് അതിലേറെ ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ വരവാണെങ്കിൽ ഒരു 4 പേര് പോയി കഴിഞ്ഞാൽ നീ ഓർഡർ കൊടുക്കും, അല്ലേ? ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചോദിക്കുക ഇതെങ്ങനെ ഭംഗിയുണ്ടോ, അല്ലേ? രസമുണ്ടോ? നമ്മൾ ഒന്ന് വൈഫിന് വാട്സപ്പ് ചെയ്തേക്കും, നോക്കാം ഓക്കെ ആണോ? ആരും ഇല്ലെങ്കിൽ നമ്മൾ എന്തൊരു സെയിൽസ്മാനോട് എങ്ങനെ ഉണ്ടാവും? സെയിൽസ്മാൻ ഓ സൂപ്പർ ആയിരിക്കുന്നു, അപ്പോഴായിരിക്കും നമ്മൾ എടുക്കാം. സോ താങ്ക് യു ആൾ. ഇറ്റ്സ് യുവർ ടേൺ. ഹാൻഡ് ഓവർ ടു ഫെബിന ഓർ അബ്ബാസ്. താങ്ക് യു സുഹൈബ്, നല്ല സെഷൻ ആയിരുന്നു. ഇനി അത് നിങ്ങളുടെ ഓഡിയൻസിന്റെ ടൈമാണ്. നമുക്ക് എന്ത് ചോദിക്കാം, മെയിൻലി ബേസ്ഡ് ഓൺ ഇന്നത്തെ പ്ലാൻ എക്സിക്യൂഷൻ ഒക്കെ പറഞ്ഞു തന്നല്ലോ, എങ്ങനെ ഗോൾ അച്ചീവ് ചെയ്യാം എന്നുള്ളത്. ആ ഏരിയയിൽ എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. സംശയങ്ങൾ ആൾക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു കഥ പറയാം. കഥ അല്ല, എൻ്റെ ഒരു അനുഭവമാണ്. നമ്മൾ കഥ കേട്ടിട്ടുണ്ടാവില്ലേ? ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയും കഥ കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടില്ല നിങ്ങൾക്ക്? പഴയ ഒരു കഥയാണ്. പക്ഷെ ആ കഥ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ തിങ്കിങ് പാറ്റേൺ മാറ്റിയ സംഗതി. നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഒരു കഥ ആയതുകൊണ്ടാണ് ഞാൻ അതിവിടെ പറയാൻ ആലോചിച്ചത്. അതില് അതിഭീകരനായ ഒരു രാക്ഷസ ശരീരമുള്ള ഒരാള്, അയാളെ തോൽപ്പിക്കാൻ കഴിയാത്ത കുറച്ച് കുരുന്ന കുട്ടികൾ, അവരെ കാണാൻ വന്ന സഹോദരൻ പറയുന്നു, അല്ലെങ്കിൽ സഹോദരൻ ചോദിക്കുക എന്താണ്? അപ്പൊ അവര് പരാതി പറയാണ്, ഞങ്ങൾക്ക് ഇയാളെ നേരിടാൻ പറ്റുന്ന അയാൾ കുട്ടികൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ 17 വയസ്സുകാരനായ ദാവീദ് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തുകൊണ്ട് അയാൾ എതിരിട്ടൂടാ? കുട്ടികൾ പറയും, ഇത്രയും വലിയൊരു മനുഷ്യനെ നമ്മൾ എങ്ങനെ എതിരിടാനാണ്? ഇത്രയും വലിയ ശരീരമുള്ള ഒരാളെ നമ്മൾ എങ്ങനെ എതിരിടാനാണെന്ന് ചോദിക്കുമ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അടിക്കുന്ന ഓരോ ഇടിയും മിസ്സാവാതെ ആ ശരീരത്തിൽ കൊള്ളൂലേ? കാരണം അത്രയും വലിയൊരു ശരീരം അയാൾക്കുണ്ടല്ലോ. പോസിബിലിറ്റീസ് ആണ്. നമ്മൾ പോസിബിലിറ്റീസ് കാണണമെന്ന് ഉദ്ദേശിച്ചാലാണ്, അതിൽ ഫോക്കസ് ചെയ്താലാണ് പോസിബിലിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ.
അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ശരി, അതിൽ എക്സ്ക്യൂസസ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും ഈ കഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല സമയത്തും നമ്മൾ തീരുമാനമെടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഗതി ഗിവ് അപ്പ് ചെയ്യാൻ പോകുമ്പോൾ മനസ്സിൽ ഓർമ്മ വരും, ഇവിടെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇത് എൻ്റെ അടുത്ത് വരാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ, അതിൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമല്ലോ. അത് ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അതിന്റെ പോസിബിലിറ്റീസ് കണ്ടെത്താൻ സാധിക്കുക. ആർക്കെങ്കിലും ചോദ്യങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനിടയിൽ ചോദിക്കാം, ഇന്ററപ്റ്റ് ചെയ്യാൻ ചോദിക്കാം. ഞാൻ നിങ്ങളെ സംശയത്തിന് സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു സംഗതി അതിനിടയിൽ പറഞ്ഞത്. ഇത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളല്ല, പലർക്കും ഇതുപോലെ ഇൻസിഡൻസോ അല്ലെങ്കിൽ സംഗതികളൊക്കെ ഉണ്ടാവാം. മൈൻഡ് റോഡിന്റെ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു. അതിനിടയിൽ ഒരു സംഗതി കൂടി ഞാൻ ചോദിച്ചോട്ടെ. 2025 ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മൈൻഡ് റോയിഡുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്നിട്ടുള്ളത്. 2025 ബ്രേക്ക് ത്രൂ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ആളുകളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ എം എന്നൊന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ 2025 എൻ്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ആവണം, അത് ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പോകണം, എനിക്കൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആളുകൾ ഇതിലുണ്ട്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വാ, അതങ്ങനെ ചാറ്റ് ബോക്സ് ഇങ്ങനെ ഫ്ലഡ് ചെയ്യുന്ന കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങൾ കുറേ ദിവസങ്ങളായി നമ്മുടെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. വളരെ ഹോണസ്റ്റ് ആയിട്ടൊരു ഫീഡ്ബാക്ക് ഞാൻ ചോദിക്കട്ടെ. ഇങ്ങനത്തെ ഈ ഒരു ഇത്രയും സെഷൻസ് കേട്ടതിൽ നിന്ന് ഈ മൈൻഡ് റോഡ് പ്രോഗ്രാം അതിലേക്കുള്ള ഒരു ബ്രേക്ക് ത്രൂവിനുള്ള ഒരു ഡോർ ഓപ്പണിംഗ് ആവുമെന്നുള്ളതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയക്കുറവുണ്ടോ? ഞാൻ പറയുന്നു അത് നല്ലൊരു ഡോർ ഓപ്പണിംഗ് ആണ്, നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളതിനോട് എഗ്രി ചെയ്യുന്ന ആൾക്കാർ ഒന്ന് യെസ് എന്നല്ലെങ്കിൽ വൈ എന്നൊന്ന് കമന്റ് ചെയ്യൂ. ജസ്റ്റ് സേ വൈ. യെസ്, താങ്ക് യു ഫാത്തിമ, താങ്ക് യു മിനി, താങ്ക് യു നിക്ഷൻ സർ, താങ്ക് യു രഹന, താങ്ക് യു ബസബിയ, താങ്ക് യു ജിഷ. എന്നാൽ പിന്നെ നമ്മൾ എന്തിനാ വൈ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. നമുക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരില്ല, നമ്മൾ അങ്ങോട്ട് തേടി പോകണം. ചില സമയത്തൊക്കെ ചിലപ്പോൾ വളരെ റെയർ ആയിട്ട് നമ്മുടെ അടുത്ത് വന്നു എന്ന് വരാം, പക്ഷെ അത് റിപ്പീറ്റ് ചെയ്തോളുന്നില്ല. റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മൈൻഡ് റോയിഡിന്റെ കേസിൽ കൂടി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം മൈൻഡ് റോയിഡിന്റെ സെക്കൻഡ് വേർഷനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ തുടങ്ങിയിട്ടില്ല. നേരത്തെ പറഞ്ഞ ഗോൾ പ്ലാനിങ് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതിന്റെ വേർഷൻ 2 ഞങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങി. പക്ഷെ ആ ചർച്ച കഴിയുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലുള്ളത് മൈൻഡ് റോയിഡ് 2ന്റെ റേറ്റ് നമ്മൾ എന്തായാലും ഇതിന്റെ ഡബിൾ ആക്കണം, കാരണം അത്രയും വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി കഴിഞ്ഞ തവണ കുറെ ആളുകൾക്ക് കംപ്ലൈന്റ് വന്നു, കംപ്ലൈന്റ് അല്ല സജഷൻസ് വന്നു. അവർ വെച്ചാൽ കഴിഞ്ഞ സെഷനിൽ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, ആളുകൾ കുറവായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് മിസ്സായിപ്പോയി. ഇത്തവണ നിങ്ങൾക്ക് ഒരു തവണ കൂടി ഞങ്ങൾക്ക് ആ ഒരു ഓഫർ അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റ്, ആ ഒരു സർപ്രൈസ് തരണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വൺസ് അഗൈൻ നമ്മൾ ഇന്നുകൂടി ആ ഓഫർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം മിസ്സായ ആളുകൾക്ക് ദിസ് ഇസ് അനദർ വൺ മോർ ചാൻസ്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിന് ഉള്ള ഒരു അവസരം കൂടി നിങ്ങൾ തരാണ്. മാത്രമല്ല ഈ ഒരു പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ ഈ സാധനം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന്, നമ്മളൊരു 1 ഡേ പ്രോഗ്രാം അല്ല, 1 ഡേ പ്രോഗ്രാമിന് ശേഷം 21 ദിവസത്തേക്കുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ അല്ലെങ്കിൽ 3 മാസത്തുള്ള ഗോൾ ഉണ്ടാക്കുമ്പോൾ ആ ഗോള് സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് എങ്ങനെ ട്രാക്കിലേക്ക് ആവണം എന്നുള്ളതിന്റെ ഒരു കൃത്യമായ ഫോളോ അപ്പ് 21 ഡേയ്സ് സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നു വിത്തൗട്ട് എനി അഡീഷണൽ കോസ്റ്റ്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ നിങ്ങൾക്ക് ഒരു സ്കിൽ ഐഡന്റിഫിക്കേഷൻ നടത്തും. നിങ്ങളുടെ സ്കില്ല് നമ്മളൊന്ന് അസസ് ചെയ്യും. അത് നമ്മുടെ പ്രോഗ്രാമിന് മുമ്പ് തന്നെ നമ്മൾ ആ സ്കിൽ അസസ് ചെയ്യും വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റ്. ആ സാധാരണഗതിയിൽ ഞാനൊക്കെ ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം ഞാൻ വാങ്ങുന്നത് 2500 ആണ്. ഡിപ്പെൻസ്. ചില കേസിൽ നമ്മൾ മൾട്ടിപ്പിൾ ടെസ്റ്റുകൾ നടത്തേണ്ടി വരും, അല്ലെങ്കിൽ ഈ ടെസ്റ്റിന്റെ കൂടെ വേറെ ടെസ്റ്റുകൾ ആഡ് ചെയ്യേണ്ടി വരും. അത് അപ്പോൾ 3500 5000 ആ റേഞ്ചിലേക്കൊക്കെ പോകുന്നതാണ്. അതിന്റെ ഒരു മിനിമം റേറ്റ് ആണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അത് 2500 ആണ്. ആൻഡ് യു വിൽ ഗെറ്റ് ദാറ്റ് ടെസ്റ്റ് അബ്സല്യൂട്ട്ലി ഫ്രീ ടു അസസ് യുവർ സ്ട്രെങ്ത്. നിങ്ങൾ ഏത് ഏരിയയിൽ സ്ട്രെങ്തൻ ആണ്, ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ളത്, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിന്റെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട്. ഇതിന് പുറമെ നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന 4 ഓൺലൈൻ ട്രെയിനിങ്സ് അഡീഷണൽ 6000. അതിലും നമ്മൾ മിനിമം ആയിട്ടുള്ളത് 4 ഓൺലൈൻ ട്രെയിനിങ്സ് ആണ്. 1500 രൂപ നമ്മൾ അതിന് ഇട്ടിട്ടുള്ളൂ ഒരു സെഷന്.
അത് സാധാരണ ഇതിൽ 3000-4000 ഒക്കെ വരുന്ന ട്രെയിനിങ് സെഷൻസിന്റെ എല്ലാ ഓഫേഴ്സിൽ നമ്മൾ ഇടുന്ന ഒരു പ്രൈസാണ് 1500 എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ളതിൽ തന്നെ അത്യാവശ്യം അതിന് മിനിമം പ്രൈസ് ഇട്ടിട്ട് വരും 6000 വരുന്ന 4 സെഷൻസ് ആൻഡ് അബ്സല്യൂട്ട്ലി ഫ്രീ ഫോർ യു. ആൻഡ് ഇതൊരു സെപ്പറേറ്റ് ട്രെയിനിങ് സെഷനാണ്. നമ്മൾക്ക് എല്ലാവർക്കും, എനിക്കറിയാം നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് പല ആളുകളും പേഴ്സണലി മെസ്സേജ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെല്ലാവരും ചൂണ്ടിക്കാണിച്ച ഒരു സംഗതിയാണ് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നു. സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, നമുക്ക് ക്ലയൻസിനെ കിട്ടുന്നില്ല, എനിക്ക് എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും പറയുന്നു. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, സെയിൽസ് നടക്കുന്നില്ല, സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാനൊരു സ്ഥാപനം തുടങ്ങി അവിടെ ആളുകൾ വരുന്നില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സംഗതിയാണ് എങ്ങനെയാണ് നമുക്ക് പണം സമ്പാദിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് പണം നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് നമ്മുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുക. ആൻഡ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് കോഴ്സ് മൊഡ്യൂൾസ് ആണ് മണി മാഗ്നറ്റ് മാസ്റ്ററി. ആൻഡ് അതും നിങ്ങൾക്ക് 5500 രൂപ വരുന്ന ആ ഒരു കോഴ്സ് മൊഡ്യൂൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല, നിങ്ങൾ പ്രോംപ്റ്റിങ്ങിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സംഗതിയിലേക്ക് നമ്മൾ പോയിട്ടില്ലെങ്കിൽ പോലും പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം, എല്ലാ ആളുകൾക്കും ഇത് ഉപയോഗിക്കേണ്ടതുണ്ട്. ഡീപ്പായിട്ട് അറിയുന്ന ആളുകൾക്ക് അങ്ങനെ പോകാം. പക്ഷെ ഇതൊന്നും അറിയാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് റെഡി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് റീൽസിന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കേണ്ടത്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ എങ്ങനെയാണ് നമുക്ക് റീച്ച് ഉണ്ടാക്കാൻ പറ്റുക, ഫേസ്ബുക്ക് കണ്ടന്റ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ലിങ്ക്ഡിൻ കണ്ടന്റ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, എനിക്കൊരു കോഴ്സ് മൊഡ്യൂൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് അറിയാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെടുക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ KPI എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്ന റെഡി ടു യൂസ് പ്രോംപ്റ്റ്. റെഡി ടു യൂസ് എന്ന് പറഞ്ഞാൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ കമ്പനിയുടെ പേരും കാര്യങ്ങളും മാറ്റിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസ് എന്താണോ, നിങ്ങളുടെ നിഷ് എന്താണെന്ന് വെച്ചാൽ അത് മാറ്റി മാത്രം കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ ഫ്രം ChatGPT. അതിന് പറ്റുന്ന രൂപത്തിലുള്ള 1000 റെഡി യൂസ് പ്രോംപ്റ്റ് ആണ് ഇത്. ഞാൻ നേരത്തെ 12,000 റുപ്പീസിന് വിറ്റിരുന്ന ഒരു സാധനം. ആ സാധനം നിലവിൽ നമ്മൾ ഏകദേശം 4,999 അല്ലെങ്കിൽ 5,999 ഒക്കെ വിറ്റുകൊണ്ടിരുന്ന സാധനം ഒരു ഓഫർ പ്രൈസിൽ നമ്മൾ ചില സമയത്ത് വിറ്റൊരു എമൗണ്ട് ആണ് 3,888. ആ മിനിമം എമൗണ്ട് ആണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ആ ChatGPT പ്രോംപ്റ്റ് 1000 പ്രോംപ്റ്റ് യു വിൽ ഗെറ്റ് ഫ്രീ വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റ് ആസ് എ ബണ്ടിൽ അലോങ് വിത്ത് ദിസ്. ഈ പ്രോഗ്രാമിന്റെ കൂടെ കെയ്സൺ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ടൊയോട്ട ഇംപ്ലിമെന്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് സക്സസ് ആക്കി ഇന്ന് ബിസിനസ് ലോകത്ത് ഒരുപാട് കോർപ്പറേറ്റ്സുകൾ ഉപയോഗിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അവർ മാത്രമല്ല, ഇൻഡിവിജ്വൽസ് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഗോൾ സെറ്റിങ്ങിന് വേണ്ടിയിട്ട്, ഗോൾ എക്സിക്യൂഷന് വേണ്ടിയിട്ട്, അച്ചീവ്മെന്റ് ആൻഡ് സക്സസിന് വേണ്ടിയിട്ട് അവർക്ക് ഫൗണ്ടേഷൻ ഉണ്ടാക്കാനും ഒരു സോളിഡ് ആയിട്ടുള്ള ഹാബിറ്റൽ ചേഞ്ച് ഉണ്ടാക്കാനും ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സാധാരണഗതിയിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 25,000 ആയിരുന്നു തുടക്കകാലത്ത് പലരും നമ്മളൊക്കെ കൊടുത്തിരുന്ന ഒരു സാധനം. അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഓഫറിലൊക്കെ നമ്മൾ കൊടുത്ത മിനിമം പ്രൈസ് 5,000 4,999 ഈ ഒരു കോഴ്സിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് കോസ്റ്റ്. നമ്മൾ അക്കൗണ്ടബിലിറ്റിയിൽ അതങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് അറിയാം അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് 4,999 അബ്സല്യൂട്ട്ലി ഫ്രീ അലോങ് വിത്ത് ദിസ് പ്രോഗ്രാം. എന്ന് വെച്ചാൽ ഗോൾ സെറ്റ് ചെയ്യാൻ മാത്രമല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്ത് വരത്ത് ഓരോ സ്റ്റെപ്പിൽ ചേഞ്ച് വന്നിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പം പ്രോക്രാസ്റ്റിനേഷൻ. അത് എങ്ങനെ ഓവർകം ചെയ്യാം, അത് എങ്ങനെ ബേൺ ചെയ്യാം, എന്നിട്ട് നമുക്ക് എങ്ങനെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അഗെയിൻ 4,499 കോഴ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ഫോർ യു. ഇതിനൊക്കെ പുറമെ നമ്മൾ കോഴ്സിന്റെ പ്രോഗ്രാമിന്റെ സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് തരികയും നിങ്ങളെ കൊണ്ട് അവിടെ നിന്ന് ചെയ്യിക്കുകയും നിങ്ങളൊക്കെ അവിടെ നിന്ന് പ്ലാൻ ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരു goal setting workbook, and that is also absolutely free. Printed hard copy workbook ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിന്റെ കൂടെ കിട്ടാൻ പോകുന്നത്. പിന്നെ AI കുറിച്ച് അറിയാത്ത ആളുകൾക്ക്, ChatGPT കുറിച്ച് അറിയാത്ത ആളുകൾക്ക്, ഞാൻ അറിയുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള അനദർ ഇ-ബുക്ക് which is cost 350, അതും ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ബണ്ടില് ഏകദേശം മിനിമം റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോലും 34,000 അല്ലെങ്കിൽ 35,000 അടുത്ത് വരുന്ന കംപ്ലീറ്റ് കോഴ്സ് ആൻഡ് റിസോഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന്റെ കൂടെ കിട്ടുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ പാലക്കാടാവും, ചിലപ്പോൾ നമ്മൾ എറണാകുളത്താവും, ചിലപ്പോൾ തൃശ്ശൂരാവും. എക്സ്ക്യൂസ്
നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലുണ്ട്. ആർക്കൊക്കെ ഈ ഓപ്പർച്യൂണിറ്റി വേണം, ഇതൊരു നല്ല ഗോൾഡൻ ചാൻസ് ആണെന്ന് തോന്നുന്ന ആൾക്കാർ ഒന്ന് ജി എന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ജി ഇൻ ദ ചാറ്റ് ബോക്സ്. ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് എന്ന് മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾ ജി എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? ആൻഡ് യു ഹാവ് അനദർ ഓപ്പർച്യൂണിറ്റി. 34,000 നിന്ന് നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നത് 3,000-ലേക്കാണ്. 2,999 രജിസ്ട്രേഷൻ ഫീ. ഇനി ഒരു ചാൻസ് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഏർലി ബേർഡ് ഓഫർ ഇപ്പോ നമുക്ക് എൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഏർലി ബേർഡ് ഓഫറിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള സമയമാണ്. കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുക്കാൻ പറ്റാത്ത പല ആളുകളും പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വൺസ് അഗൈൻ നമ്മൾ ഈ സെയിൽസ് ഓഫർ ഈ ഒരു പ്രോഗ്രാമിൽ കൊണ്ടുവന്നത്. സോ ഇപ്പോ ഇന്ന് ഈ വെബിനാർ അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഏർലി ബേർഡ് ഓഫർ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അത് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നമ്പേഴ്സിന്റെ ഈ QR കോഡ് സ്കാൻ ചെയ്യാം. അതല്ലെങ്കിൽ ഈ GPayയിൽ നിങ്ങൾക്ക് പേ ചെയ്തിട്ട് യു വിൽ ഗെറ്റ് ദ ഏർലി ബേർഡ് ഓഫർ. ഗോൾഡൻ ചാൻസ് ആണെന്ന് തോന്നിയ എല്ലാ ആളുകളും ഐ സജസ്റ്റ് യു ജസ്റ്റ് പേ ആൻഡ് ജോയിൻ. ചിലപ്പോൾ ഈ ഒരു മൊമെന്റിൽ ദാറ്റ് ഇസ് അത് കഴിഞ്ഞ തവണ നമ്മൾ കൊടുത്തത് കൊണ്ട് പിന്നെ എന്താണ് നമ്മൾ രണ്ടാമത് ആ ഒരു ഓപ്ഷൻ കൊടുക്കണോ? അതല്ല, കാരണം അന്ന് പറഞ്ഞത് 500 കൊടുത്തിട്ട് 3 ദിവസത്തിനുള്ള ഫുൾ പേയ്മെന്റ് ചെയ്യാനായിരുന്നു. അത് നാളെ തീരും. അപ്പോ ഇന്ന് 500 ഇട്ടിട്ട് മാക്സിമം ബൈ സൺഡേ യു ഹാവ് ടു പേ ദ റിമൈനിങ് എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ 525 രൂപ തന്നിട്ട് നിങ്ങൾക്ക് പേ ചെയ്തിട്ട് സീറ്റ് ബുക്ക് ചെയ്യാം. ഇതിൽ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ള സന്തോഷാണ്. ഞാനിത് രാവിലത്തെ സെഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിന്റെ ഒരു വൺ ഓഫ് ദ ഒരു ഇതായിട്ട് തോന്നിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസാണ്. പ്രൈസ് വളരെ കുറഞ്ഞു പോയെന്നുള്ളത്. അതായത് പ്രൈസ് കുറയുമ്പോൾ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് വാല്യൂ ഉണ്ടോ എന്നുള്ളത്. കാരണം ഞാൻ സാധാരണ ഇതിന് മുമ്പൊക്കെ ഞാൻ തന്നെ 7 days കോഴ്സ്, എന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത ആളുകളൊക്കെ ഇതിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അന്ന് ഞാൻ 3,000 rupees ഈ 7 days കോഴ്സിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ 3-4 സെഷൻസ് 21 days അതിൽ മാക്സിമം എന്ത് ചെയ്യും, ഇതിന് നല്ല ടീംസ് ഫോളോ അപ്പ് എടുക്കും. അത് സെയിം സർവീസ് ആണ് നമ്മളിപ്പോൾ ഇൻക്ലൂഡിങ് ഫുഡ് അതേപോലെ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 2000 അല്ലെങ്കിൽ ഞങ്ങളുടെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് അറിയാൻ പറ്റും. ഞങ്ങളുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ട്രെയിനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ക്രൂഷ്യൽ. ട്രെയിനിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്, ഞാനൊരു അങ്ങനത്തെ കമ്മ്യൂണിറ്റികളിൽ നിന്നൊക്കെ വന്നതുകൊണ്ടും ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുകളെ ബാക്കിയുള്ള കണ്ടതൊക്കെ എനിക്കറിയാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യിക്കാനാണ്. ഞങ്ങൾ അതിന് കമ്മിറ്റഡ് ആയിരിക്കും. നിങ്ങൾ വരികയാണെങ്കിൽ നെക്സ്റ്റ് 21 days എന്ന് പറയുന്നത്, ഇത് കഴിഞ്ഞിട്ട് 21 days എന്ന് പറയുന്നതിനുള്ളിൽ നിങ്ങൾക്ക് ആ 21 daysലേക്കുള്ള ഒരു ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അതാണ് അതിൻ്റെ ഒരു ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും. കാരണം ഞങ്ങൾ നിങ്ങളെ സെറ്റ് ചെയ്യിപ്പിക്കുന്ന ഗോൾ എന്ന് പറയുന്നത് 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ എന്നുള്ള ഗോളല്ല, അപ്കമിങ് 90 daysലേക്കുള്ള ഗോളാണ് അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ സെറ്റ് ചെയ്യിക്കുക. എന്തുകൊണ്ട് 90 days എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിച്ച ആളുകൾക്ക് കോപ്പി ചെയ്യാനാണ് ഏറ്റവും സുഖം. ഗൂഗിൾ, ആമസോൺ, സെയിൽസ് ഫോഴ്സ് ഒക്കെ പോലുള്ള കമ്പനികൾ ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് അതാണ്. 90 days നമ്മൾ ഏറ്റവും അടുത്തുള്ള സമയമാണ്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതുമല്ല, നിങ്ങൾക്ക് 4 മെന്റേഴ്സിനെ കിട്ടും. യു ക്യാൻ ആസ്ക് എനി ഡൗട്ട്സ്. ദർ ഇസ് ലൈക്ക് എ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. 4 ഏരിയയിൽ വ്യത്യസ്ത ആളുകളാണ്. സോ നിങ്ങൾക്ക് അതിൽ ഡൗട്ട്സ് ചോദിക്കാം. സോ ഡോണ്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഞാൻ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇന്നത്തെ സെഷനായിട്ട് ബന്ധപ്പെട്ട്? യു ക്യാൻ ആസ്ക് ദാറ്റ്സ് ഓൾസോ. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട്സ് Q&A ടൈമാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ചാറ്റ് ബോക്സിൽ യൂസ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് നമുക്ക് ഉണ്ടെങ്കിൽ. എനിക്കൊരു കാര്യം പറയാനുണ്ട്, പറയട്ടെ? ഓഫ് കോഴ്സ്, പരിതനം പറഞ്ഞോളൂ. ഞാൻ ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിന് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞത് അത് എൻ്റെ ഒരു ഡ്രീമും ഡിസയറും ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് ഞാൻ അതിന്റെ പോസിബിലിറ്റീസ് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അങ്ങനെ തെരഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവരെ കാണുന്നത്, അബ്ബാസ് ജീനെ കാണുന്നത്. അപ്പൊ അവിടുന്ന് കാണുകയും അവരെ കണ്ട് സംസാരിക്കുകയും അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അവരെ ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചേരാൻ താല്പര്യമുണ്ടോ വെച്ചപ്പോൾ എനിക്ക് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഞാൻ ആഗ്രഹിച്ചത് എന്നിലേക്ക് വരുന്നതെന്നുള്ള ആ ഒരു സന്തോഷമായിരുന്നു എനിക്ക്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 1 year നൗ. അപ്പോൾ എനിക്കറിയാം എൻ്റെ ലാഗിങ് എവിടെയാണ് എന്നുള്ളത്. ഇപ്പം ഈ പറഞ്ഞ മാതിരി അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിലും എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഡ്രോബാക്ക് ഉണ്ട് എന്നുള്ളത്
എനിക്കറിയായിരുന്നു. അതാണ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞ ഈ ഒരു കൊല്ലത്തിൽ എൻ്റെ ജേർണിയിൽ. അതിനുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലിൽ, പേഴ്സണൽ ലൈഫിൽ അതിനെക്കാട്ടിയും കൂടുതൽ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ അവിടെയായിരുന്നു എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നത്. അത് ഇറ്റ്സ് ലൈക്ക് മോർ ദാൻ 101% ഹാസ് ബീൻ ഇൻക്രീസ്ഡ് എന്ന് എനിക്ക് പറയാം എഫിഷ്യൻസിയിൽ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഞാൻ അറിയുന്നത് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് ആദ്യത്തെ ഒരു 2-3 സെഷൻ കഴിഞ്ഞപ്പോൾ ദെൻ ഐ സ്റ്റാർട്ടഡ് അസസിങ് ടു കം ആൻഡ് പാർട്ടിസിപ്പേറ്റ്. പക്ഷെ ഞാൻ അബുദാബിയിലാണ്, എനിക്ക് ഓഫീസിലെ ലീവ് കിട്ടണം, അങ്ങനെ കുറേ കാലം. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് അസസിങ് ദാറ്റ് വൺ ആൻഡ് ഐ പ്ലാൻഡ്. ഇനി ഐ ഹാവ് ടു ഓൺലി ദ എക്സിക്യൂട്ട്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഇന്നിപ്പോൾ നിങ്ങൾ ഈ സെഷനിൽ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ രീതിയിൽ അതിനൊന്ന് അനലൈസ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഐ ഹാവ് ഡൺ ദാറ്റ് വൺ. അസസ്മെന്റ് ചെയ്തു. ഞാൻ 2-3 ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ അസസ് ചെയ്തു എങ്ങനെയായിരിക്കും ഇത് എനിക്ക് ഗുണം ചെയ്യാൻ പോണത്. എനിക്ക് മാത്രമൊന്നുമല്ല, എന്നിൽ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനം എടുത്തു. ഞാൻ പ്ലാൻ ചെയ്തു 1, 2, 3 എന്നുള്ളൊരു പ്ലാൻ ഞാൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് എഗെയിൻ ഐ വാസ് തിങ്കിങ് ടു എക്സിക്യൂട്ട്. ഇനി ആ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ കുറച്ച് കാര്യങ്ങളിവിടെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ഭയങ്കര ക്ലാരിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് വരുന്നത്. ഈ ഒരു വിഷയത്തിൽ നിന്ന് മാത്രമല്ല, എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പുറകോട്ട് നോക്കിയപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ എവിടെയാണ് നമുക്ക് ചെറിയ ചെറിയ ലൂപ്പ് ഹോൾസ് വന്നു എന്നുള്ളത് ഇറ്റ്സ് വെരി എവിഡന്റ് ആൻഡ് വെരി ക്ലിയർ. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ളതും ഇനി അത്രയും ആ ഒരു എന്താണോ നമ്മൾക്ക് ഉണ്ടായത് അതൊന്ന് മറികടന്നിട്ട് വരാനുള്ള ഒരു വെരി ഗുഡ് പ്ലാറ്റ്ഫോം എന്നോണം. ഐ എം വെരി ഹാപ്പി ആൻഡ് വെരി താങ്ക്ഫുൾ ടു യു ഓൾ. ആൻഡ് നിങ്ങളെ 4 പേരെയും വന്ന് കാണുക എന്നുള്ളതും ആ കമ്മ്യൂണിറ്റിയിലെ ബാക്കിയുള്ള മെമ്പേഴ്സ് അവിടെ വരുന്നവരെ കാണുക എന്നുള്ളതും ഇറ്റ്സ് ലൈക്ക് അത് എനിക്കൊരു എൻതൂസിയാസാണ്. അത് ഐ എം ഈഗർ ടു ബി ദെയർ ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് എത്ര പറഞ്ഞാലും, വാക്കുകൾ പറഞ്ഞാലൊന്നും അത് മതിയാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. സോ ഐ എം ഓൾറെഡി ദെയർ ഇൻ ദ പാരമൻ ഹോട്ടൽ. അതാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ അത് അങ്ങനെ നടക്കും. എന്റെ ഗോള് അവിടെയാണ്, അവിടെ എത്തുക എന്നുള്ളതാണ് എൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ അതിലേക്കുള്ള കാര്യങ്ങളുണ്ടല്ലോ ബാക്കിയുള്ളത്. അപ്പൊ അതിപ്പോ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇരുന്ന് അത് കഴിഞ്ഞ് സെഷൻ കഴിഞ്ഞാലും പിന്നെ ഞാൻ ഡിസ്കഷൻ ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഇവർക്ക് മെസ്സേജ് അയച്ച് കാര്യങ്ങൾ ചോദിക്കാറും പറയാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇറ്റ്സ് വെരി ഗുഡ്. ആൻഡ് ഇതൊരു നല്ലൊരു തുടക്കമായിരിക്കും സമൂഹത്തിന് എന്നുള്ളൊരു വലിയൊരു സന്തോഷം കൂടി എനിക്ക്. താങ്ക് യു വെരി മച്ച് ടു ഓൾ ഓഫ് യു. താങ്ക് യു ഫരീദ മാം. ഓക്കെ, വെൻ ദ സ്റ്റുഡൻറ് ഈസ് റെഡി ദ ടീച്ചർ വിൽ അപ്പിയർ. ഓക്കെ, ഞാൻ വളരെ വിശ്വസിക്കുന്ന ഒരു കോട്ടം കൂടിയാണ്. വെൻ ദ സ്റ്റുഡൻറ് ഈസ് റെഡി ദ ടീച്ചർ വിൽ അപ്പിയർ. ഒരു ചൈനീസ് പഴമാണ്. എന്താണ്? ശിഷ്യൻ തയ്യാറാവുമ്പോൾ ഗുരു പ്രത്യക്ഷപ്പെടും. അത് നമുക്ക് ഏത് സബ്ജക്റ്റാണ്. എൻ്റെയൊക്കെ ലൈഫിൽ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് ട്രെയിനിങ് എടുക്കണം. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്കൊരു ആഡ് വരും. അപ്പോൾ ഞാൻ നേരത്തെ അബ്ബാസി പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ ചിന്തിക്കും, വൈ ഇറ്റ്സ് കെയിം ടു മീ. എന്തുകൊണ്ടാണ് ഇത് എൻ്റെ അടുത്തേക്ക് വന്നത്? ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതാണ്. ഞാൻ എപ്പോഴും അത് ഒരു നിമിത്തങ്ങൾ വിശ്വസിക്കുന്നതാണ്. എസ്പെഷ്യലി നമ്മുടെ ആൽക്കമിസ്റ്റ് ഒക്കെ വായിച്ചതിന് ശേഷം ഞാൻ നല്ല നിമിത്തങ്ങൾ വിശ്വസിക്കാറുണ്ട്. ഓക്കെ, ഇത് എനിക്ക് വരണമെങ്കിൽ ഒരു റീസൺ ഉണ്ടാവും. കാരണം നമ്മുടെ ഭൂമിയിൽ അങ്ങനെയാണ്, നമ്മൾ പരിചയപ്പെടേണ്ട ആളുകളെ ഈ ഭൂമിയിൽ പരിചയപ്പെടുള്ളൂ. അത്രയും പവർഫുള്ളാണ് നമ്മുടെ തോട്ട്സ് എന്ന്. സോ ഇറ്റ്സ് യുവർ ടൈം. 2025 എന്ന് പറയുന്നത് ഒരു ഏഞ്ചൽ ഇയർ കൂടെയാണ്. 2025 എന്ന് പറയുന്നത് ഒരു ഏഞ്ചൽ ഇയർ കൂടെയാണ്. സോ നമ്മളുടെ ഓരോ ദിവസങ്ങളും അസസ് ചെയ്തിട്ട്, ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൽ പങ്കെടുത്താലില്ലെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ഒരു ടൂള് നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ അസസ് ചെയ്യുക, കറക്റ്റ് പ്ലാൻ ചെയ്യുക, ദെൻ എക്സിക്യൂട്ട് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നടക്കണം. പല ആളുകളുടെ ലൈഫിലും അസസ്മെന്റും പ്ലാനിങ്ങും നടക്കാറുണ്ട്. ദ തേർഡ് ലെറ്റർ ഇ ഈസ് ഓൾവേസ് മിസ്. സോ നിങ്ങളിങ്ങനെ നോക്കുക, ഇ എവിടെ? എയും പിയും ഒക്കെ ഉണ്ട്, എൻ്റെ ഇ എവിടെ? ആ ഈനെ എപ്പോഴും നിങ്ങൾ ഇ എന്നുള്ള ലെറ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇനി ഓർക്കേണ്ടത് എക്സിക്യൂഷൻ. ഈ മൈൻഡ് റോഡ് പ്രോഗ്രാം ഓർക്കുക. നിങ്ങളിങ്ങനെ നിങ്ങളുടെ കയ്യിൽ വേണമെങ്കിൽ വെച്ചിട്ട് അത് എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അബ്ബാസിയൊക്കെ എൻ്റെ ആൾക്കാരാണ്. ഓക്കെ, എന്താണ് അബ്ബാസിന് പറയാറുള്ളത്? ഞാൻ മറന്നു. NLP ടേംസ് ഉപയോഗിക്കാറുണ്ട് നമ്മൾ. എന്താണ് ആങ്കറിങ്? അല്ലേ? ഈ നമ്മളിങ്ങനെ ഈ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരു സംഭവം അല്ലെങ്കിൽ നമ്മൾ നോക്കുക എക്സിക്യൂഷൻ കറക്റ്റ് ആയോ. എക്സിക്യൂഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ബിരിയാണി കിട്ടൂല. ബിരിയാണി കിട്ടാത്തതിന്റെ കാരണം നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഇല്ലാത്തല്ല, എക്സിക്യൂഷൻ കറക്റ്റ് ആയിട്ടില്ല. ഉപ്പ് കൂടിയോ മുളക് കൂടിയോ, വാട്ട്സ് എ പ്രോബ്ലം? അത് ഐഡന്റിഫൈ ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്ത് വെക്കുക. സോ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട്സ് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. എന്താണ് ഫെബിൻ മാം? അതിൽ ഇ എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് എന്നുള്ളത് എക്സ്ക്യൂസും ആവാം.
ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എക്സ്ക്യൂസ് പറയാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ഇത് ആങ്കറിങ് ചെയ്യല്ല, നിങ്ങൾ എക്സിക്യൂട്ട് ആങ്കറിങ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അവർക്കൊരു ചേഞ്ച് ഉണ്ടാകട്ടെ. ഓക്കെ, നമുക്ക് ജന്മന ആങ്കറിങ് ചെയ്ത് തന്നിട്ടുണ്ട്. എക്സിക്യൂഷൻ നമുക്ക് ആരൊക്കെ ആങ്കറിങ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ നമുക്കത് എന്ത് ചെയ്യണം, റീപ്രോഗ്രാം ചെയ്യണം. സോ ഫെബിൻ മാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഈ സമയം ഈവനിങ്ങിലുള്ള സമയം എത്ര വാല്യുബിൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായി എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു എന്താ പറയാ ഓണറാണ്. അപ്പോ ഇന്ന് വന്ന എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഒത്തിരി ഉപകാരപ്പെട്ടു എന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പാരമൗണ്ട് ടവറിൽ വെച്ചിട്ട് നേരിട്ട് ഫിസിക്കൽ മീറ്റിംഗ് നടത്താമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അവിടെ വെച്ച് എല്ലാവരെയും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.